നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കാണാനിടയായി. കുറിക്കുന്ന സുരേഷ് എം പി സാറിൻ്റെ ജന്മദിനം. അപ്പോഴാണ് സാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ മാത്രമാണ്. എനിക്ക് ജോലി സംബന്ധമായ വിഷയങ്ങൾ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ സാറൊരു തൊഴിൽ മേള 2013 നടത്തി. ആ സമയം ഞാൻ അവിടെ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിലെന്നെ സെലക്ട് ചെയ്തു. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. അപ്പം അവിടെ സെലക്ട് ചെയ്ത സമയത്ത് എൻ്റെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ സെലക്ട് ആയെങ്കിലും ഫൈനൽ ഇൻ്റർവ്യൂവിന് എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. അതിനുശേഷം സാറ് വീണ്ടും ഇലക്ഷനും മാവേലിക്കരയിൽ നിന്ന് മത്സരിക്കുന്ന സമയം എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ സാറിനൊരു നിവേദനം കൊടുക്കാനിടയായി. സാറത് കേട്ട് എനിക്ക് എംപ്ലോയ്മെൻറ്റ് വഴി എനിക്ക് ആലപ്പുഴയിൽ ചേർത്തല മിൽമ ഫാക്ടറിയിൽ ഒരു ജോലി സാർ എനിക്ക് ശരിയാക്കി തന്നു. അവിടെയും എനിക്ക് മോൻ കുഞ്ഞനായതുകൊണ്ടും ഹസ്ബൻഡ് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും എനിക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും തിരുവനന്തപുരത്ത് എനിക്കൊരു ജോലി സാറ് ശരിയാക്കി തന്നതാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് പോയി അറ്റൻഡ് ചെയ്യാനോ എനിക്ക് ആ സമയത്ത് പോയി ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. കാരണം ഞാൻ സാറിൻ്റെ കൊട്ടാരക്കര ഓഫീസിൽ ചെന്ന സമയത്ത് ഒത്തിരി പേര് അവിടെ ജോലിയുടെ ആവശ്യങ്ങളുമായി സാറിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതും സാറ് വന്നു കഴിഞ്ഞ് അവർക്കെല്ലാം ജോലിയുടെ വിഷയങ്ങൾ എൻ്റെ മുൻപിൽ വെച്ചാണ് ബിലുവേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലിക്ക് വേണ്ടി ഒരു അവിടെ വന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് സാർ അവിടെ വെച്ച് തന്നെ സിജോ കുന്നമ്മേൽ അച്ഛനെ വിളിക്കുകയും ജോലിക്ക് വരാൻ പറയുകയും ജോലി അവിടെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പോയി ഒരാളുമായിട്ട് സംസാരിച്ച സമയത്ത് അവരും പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ എം പിയെ പോയി കാണും, സാറത് സഹായിക്കുമെന്ന്. സാറിനെ പറ്റി പലരിൽ നിന്നും കേൾക്കാനിടയായപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരേ കരങ്ങളിൽ ചേർത്ത് നിർത്തുകയും അത് രാഷ്ട്രീയം നോക്കാതെ തന്നെ ആർക്കും എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്ത് സാറിൻ്റെ അടുത്ത് ഓടിച്ചെല്ലാൻ സാധിക്കും. എൻ്റെ പേഴ്സണലിയുള്ള എൻ്റെ 3 പ്രാവശ്യവും എനിക്ക് ജോലി സംബന്ധമായ വിഷയങ്ങളിൽ സാർ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് പോയി അത് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടും എൻ്റെ അന്നേരത്തെ കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് ആ സിറ്റുവേഷൻ കൊണ്ടുമാണ്. പിന്നെ അതുകൊണ്ട് സാറിനെ ഇനിയും സാർ ഉയരങ്ങളിലെത്തുവാൻ ദൈവം സഹായിക്കട്ടെ. അനേകർക്ക് വേണ്ടി ഇനിയും സേവനം ചെയ്യുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ CM-നെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു ലിസമ്മ എന്ന് പറയുന്ന ഒരു ആൻറ്റി എന്നോട് നിതിൻ രാജിൻ്റെ കാര്യം ഒന്ന് പറയുമോ എന്ന് ചോദിക്കാനിടയായി. അതും കൊടുക്കുന്നില്ല സുരേഷ് എം പി. പിന്നെ നമ്മുടെ CM-ൻ്റെ കയ്യിൽ ഓൾറെഡി അതിൻ്റെ പേപ്പറുകളെല്ലാം കൈമാറിയിട്ടുണ്ട്. ആരായാലും ഞാനും ഒരു അമ്മയാണ്. ആരായാലും ആ കുഞ്ഞിനെ ഇങ്ങനെ മരണത്തിനിടയാക്കിയത് ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊടുക്കുന്ന സാറിനെ എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലെത്താൻ ദൈവം സാറിനെയും കുടുംബത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.